അതും പോയി. ഇനി എത്ര നേരം നിന്നാലാവാം. വിളിക്കുക. പൈസയുടെ കാര്യം കൂടെ ഞാനങ്ങോട്ട് ഇപ്പം വന്നപ്പോൾ ബസ് വിട്ടുപോയി. അതെ ഒരു കാര്യം ചെയ്യേ, ഞാൻ വൈകുന്നേരത്തേക്ക് എത്താം. ഞാൻ കോഴിയുടെ കാര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവിടെ. അത് നാളെ ഇത്ര മണിക്ക് ഇത്ര കിലോ, ഞാൻ 75 കിലോ പറഞ്ഞേക്കുന്നത്. അത് നീ അത് അറിഞ്ഞത് പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് എടുത്തു. ശരി എന്നാല്. അല്ല ഞാൻ വൈകിട്ട് അങ്ങ് വരാം. നമസ്കാരം. ബസ് നോക്കിയിരിക്കുകയാണോ? ബസ് വന്നപ്പോൾ പറഞ്ഞ വിട്ടുപോയി. ആണല്ലേ? എവിടെ പോ നിൽക്കുക? ഞാൻ കോട്ടയത്താണോ വീട്? കോട്ടയം. ശരി. ഞാൻ മലപ്പുറംകാരനാണ്. നമ്മൾ മലപ്പുറത്തിന് മുമ്പ് വന്നിട്ടൊക്കെ ഉണ്ടോ? ഞാൻ ഇതിന് മുമ്പ് ഒരു 2 മാസം മുമ്പ് ഒന്ന് വന്നായിരുന്നു. ആണല്ലേ? എങ്ങനെയുണ്ട് മലപ്പുറം? അടിപൊളിയാണ്, വളരെ മനോഹരമായ സ്ഥലം. ആണല്ലേ? ഇഷ്ടപ്പെട്ടല്ലേ? കോട്ടയത്ത് എന്ത് ചെയ്യുന്നു? എനിക്ക് ബിസിനസ് ആണല്ലേ? എന്ത് ബിസിനസ്? കോഴി. അപ്പൊ ആളൊരു കോഴിയാണല്ലേ? അല്ല, കോഴിയുടെ ബിസിനസ് ആണല്ലേ? പേരെങ്ങനെ? എന്റെ പേര് മനോഹരൻ. പേരിലുള്ള മനോഹാരിത മുഖത്തില്ലല്ലോ. അല്ല, വന്നോളൂ, പയ്യെ വന്നോളൂ. ബീറൊക്കെ കഴിക്കോ? ബീറ് ഞാനേ ഇപ്പൊ ലിക്കർ ഞാൻ ഉപേക്ഷിച്ചേക്കാം. കഴിക്കണം. ബീറൊക്കെ കഴിച്ചാൽ ശരീരമൊക്കെ അങ്ങനെ നല്ല തടിച്ചു കൊടുത്താൽ വെളുത്ത് ചുമന്ന് കാർത്തുരുണ്ട് വരും. പിന്നെ അങ്ങനെ പോകാൻ നിൽക്കുന്നു. ഞാനിപ്പം വന്നപ്പോൾ ഒരു ബസ് വിട്ടുപോയി. ആണല്ലേ? അപ്പൊ ഇനിയിപ്പോ ഒരു 10 മിനിറ്റ് താമസമുണ്ട്. ഇനിയിപ്പോ ഒരുപാട് താമസം. അപ്പം അങ്ങനെ സംഭവത്തിൽ വിഷമിച്ച് നിൽക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ചായ കുടിച്ചാലോ? അല്ല, ഞാൻ ഇപ്പം ചായ കഴിച്ചു. ഞാൻ ബസ് വരാൻ വൈകുന്നതുകൊണ്ട് ഞാനൊരു ചായ കഴിച്ചിട്ടാ പോകുന്നത്. ഒരു ചായ കുടിക്കാൻ ഞാൻ മേടിച്ചു തരാം. അല്ല വേണ്ട, ഒരു ചായ കുടിക്കുന്ന ഞാൻ മേടിച്ചു തരാന്ന്. വാങ്ങിച്ചു തരുന്നതല്ലാതെ ഞാൻ ഇപ്പം കഴിച്ചുള്ളത്. ഒരു ചായ കൂടെ ഒക്കെ കഴിക്കും. ഒരു ചായ അല്ലേ? അല്ല, ചായ ആണ്. ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്. ഇതുകൊണ്ട് വിചാരിക്കരുത്. എന്റെ മനോഹരൻ, ഞങ്ങൾ മലപ്പുറംകാർക്ക് ഒരു സ്വഭാവമുണ്ട്. ഈ മലപ്പുറത്ത് ആര് വന്നാലും ഞങ്ങളൊരു ചായ മേടിച്ച് കൊടുക്കും. എൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാരായിട്ട് തുടങ്ങി വെച്ച സംഭവം ഇത്. എൻ്റെ മോൻ തന്നെ മിനിഞ്ഞാന്ന് ഒരുത്തിന് ചായ മേടിച്ചു കൊടുക്കും. പിന്നെ അതുകൊണ്ട് ഒരു ചായ കുടിക്കും. ഒരു ചായ. നിങ്ങൾ മലപ്പുറംകാർ ഇങ്ങനെയാണ്. ഞങ്ങൾ കോട്ടയംകാർക്ക് ഒരു പ്രത്യേകത. ചായ കഴിച്ചാൽ പിന്നെ ആര് നിർബന്ധിച്ചാലും ഞങ്ങൾ ചായ കഴിക്കുക. എന്നാ 2 പൊറോട്ട ഒരു മുട്ട കഴിക്കാം. പ്ലീസ് വേണ്ട. വിളിച്ചിട്ടില്ല. എന്റെ മനോഹര ഒരു ചായ കുടിക്കും. മനോഹര വേണ്ട, പ്ലീസ്. ഞാൻ നിർബന്ധിക്കരുത്. എന്റെ മനോഹര, നിന്നെ എത്ര വേണ്ട കുടിക്കും? ഒരു ചായ കുടിച്ചാലാണ് നിനക്ക്? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എടാ, ഞാൻ കാശ് കൊടുത്തോളാം. നിനക്കൊരു ചായ കുടിച്ചാലാണ് മനോഹര? എനിക്ക് ചായ വേണ്ട. നിനക്കൊരു ചായ കുടിച്ചാലാടാ? ചായ കുടിച്ചിട്ട് നീ ചായ കുടിച്ച ബിരിയാണി. ഞാൻ ചായ കുടിക്കുന്നില്ല. നീ ആരാണ്? എനിക്ക് ചായ വേണ്ട. മനോഹര, നീ ചായ കുടിക്കും ബിരിയാണിയും തിന്നും. നീ ഒന്ന് പോടാ. എന്താ പൊന്ന് ചന്ദ്ര, നിർത്ത്. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? ചായ കുടിക്കുന്ന പ്രശ്നമാണോ? ചേട്ടന്റെ പ്രശ്നം. എനിക്ക് ചായ വേണ്ട. എന്റെ പൊന്ന് ചേട്ടാ, ഇവന് ചായ വേണ്ട. ചേട്ടനെ നിർബന്ധിക്കുന്നതിനാ? ആവശ്യമില്ലാത്ത കേസ് നമ്മൾ പോകണ്ടോ? രവി, നമ്മളൊക്കെ ഒരു നാട്ടുകാരനായിട്ട് നീ കണ്ട വരുത്തിന് സൈഡ് നിൽക്കുക അല്ലേ? അതല്ല, ഒരു ചായയുടെ അല്ല, നീ ഒരു ചായയുടെ കാര്യം മാത്രമല്ല ഞാൻ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. ഈ പുള്ളി ഒരു ചായ വെച്ചത് നിങ്ങൾക്ക് കുടിക്കാൻ പാടില്ലേ? ഒരു ചായ നിങ്ങൾക്ക് കുടിക്കാൻ പാടില്ലെന്ന്? ഉച്ചയല്ലേ, ഒരു ചായ കുടിച്ചു നോക്ക്. നിങ്ങൾ ചായ കുടിക്കുമ്പോ നമുക്കൊരു ചായ കുടിച്ചാലോ? ചായ പറയട്ടെ? ചായ പറ. തങ്ങപ്പ 2 ചായ.